ഹായ് ഹലോ ഡിയേഴ്സ്, എന്നും യാത്ര പോകുന്ന വ്ളോഗാണില്ലേ. പക്ഷെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാനിന്ന് എൻ്റെ മക്കളെ കൂടെ ടൂറ് പോവാം കേട്ടോ. ഇതെനിക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നേ. സാധാരണ നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല പോവുക, ഇതൊരു ടീച്ചറായിട്ട് പോകുമ്പോഴേ എന്താ വല്ലാത്തൊരു ഫീലിംഗ്. എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ആസ് എ ടീച്ചർ. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. ഇത് സമ്മർ ക്യാമ്പിൻ്റെ കുട്ടികളും കൊണ്ടാട്ടോ പോണേ. നമ്മൾ അൽസാറയിൽ സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നത്. പിന്നെ കുട്ടികളെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ, അതോട്ടോ ഞാൻ വീഡിയോസൊന്നും ഇടാത്ത. ഞങ്ങളിവിടെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലാട്ടോ പോയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കാണാനും. പക്ഷേ എനിക്കെന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ഒരിക്കലും ടീച്ചറാവുമെന്ന് പ്രതീക്ഷിക്കാത്ത ഞാനൊരു ടീച്ചറായി ഫീൽഡ് ട്രിപ്പ് പോയി എന്നൊക്കെ പറയുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലാണ്. ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ടല്ല നമ്മൾ ഇതുവരെ പോയിട്ടുള്ളൂ. അപ്പോൾ ടീച്ചറായിട്ട് കോർഡിനേറ്റൊക്കെ ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ചെറിയ കാര്യമായി തോന്നിയാലും എനിക്കത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടേ. പിന്നെ എൻ്റെ ആംബിഷൻ ടീച്ചറാവാനല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്തായിരുന്നു എന്നറിയോ, എനിക്ക് എയറോസ്റ്റസ് ആവാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു ചെറിയ കുപ്പായിടണമോ ഒന്നും നടക്കില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആ പൂതി പോയി. പിന്നെ പൈലറ്റ് ആവാനും എനിക്ക് മെയിനായിട്ട് എന്താ വെച്ചാൽ നാടുകളൊക്കെ ചുറ്റി കറങ്ങാമല്ലോ, അതായിരുന്നു കേട്ടോ. അങ്ങനെ പൈലറ്റും ആകാൻ പറ്റില്ല, നമ്മുടെ സാഹചര്യം പിന്നെ അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ന്യൂസ് റീഡറോ ജേർണലിസ്റ്റൊക്കെ പഠിക്കാനായിരുന്നു. പിന്നെ ഭയങ്കര ധൈര്യമായതുകൊണ്ട് അതൊന്നും നടന്നില്ലടോ. അങ്ങനെ അവസാനം സൈക്കോളജി എടുത്ത് സൈക്കോളജിസ്റ്റ് ആവാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാനുള്ളൊരു വേക്കൻസി കിട്ടിയത്. അങ്ങനെ ഞാൻ ടീച്ചറായിട്ട് പോയപ്പോഴാണ് എനിക്ക് പറ്റിയ ജോലി ടീച്ചറാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഈ ടീച്ചർ ജോലിനെ ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി ചെയ്യണത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും എനിക്ക് ഭയങ്കര പ്രീഷ്യസാണ് കേട്ടോ. മക്കളെ കൂടെയുള്ള ടൈമും, അതായത് ഒരു നമുക്ക് തരുന്ന ആ ഒരു വാല്യൂവും റെസ്പെക്റ്റൊക്കെ കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലാട്ടോ. എനിക്ക് എൻ്റെ കുഞ്ഞുമക്കൾ തന്ന കുറച്ച് ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായി തോന്നും, പക്ഷേ എനിക്കത് ഭയങ്കര പ്രീഷ്യസ് ആട്ടോ. ഓരോരോ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി എന്താ പറയുക എനിക്ക് കൊണ്ടു തരുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നോക്ക് ഓരെന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഹാപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായോ അതൊക്കെ?